കേരളത്തിൽ പൂജ്യപിയായ ബി.ജെ.പി. പോലും ഞങ്ങൾക്ക് ഇത്ര സീറ്റുകളൊക്കെ കിട്ടും, ഞങ്ങൾ സജീവമായി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. CPM ആണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ദേശാഭിമാനി പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ കാര്യമായ ആവേശമൊന്നും കാണുന്നില്ല. രോഹിത്, എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? കോൺഗ്രസ് പരാജയ ഭീതിയിലാണോ അതോ എല്ലാ സീറ്റിലും ജയിച്ചു കയറുമെന്നുള്ള ആവേശമാണോ? എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? കോൺഗ്രസുകാരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് 20 സീറ്റും പിടിക്കാൻ പറ്റും എന്നുള്ളത് ആവേശത്തിലാണ്. നടക്കൂല. സ്ഥാനാർത്ഥികളെ കുറച്ച് പിന്നാലെ പ്രഖ്യാപിച്ചാലും ഞങ്ങളുടെ കയ്യിലുള്ള സീറ്റുകളും, അതായത് നിലവിൽ UDF-ന്റെ കയ്യിൽ 18 സീറ്റുകളാണുള്ളത്. ഓക്കെ, 19 വന്നു, ഒരെണ്ണം മാണി പോയപ്പോൾ LDF-ലേക്ക് പോയി. നിലവിൽ 18 സീറ്റുകൾ. അതിൽ മുസ്ലിം ലീഗിന്റെ 2 സീറ്റുകളാണ്. മുസ്ലിം ലീഗിന്റെ 2 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 16 സീറ്റുകളിലേക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിലെ സിറ്റിംഗ് MP-മാർ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും. അതിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് K. സുധാകരന്റെ കാര്യത്തിലാണ്. അവിടെ ജയരാജൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി സുധാകരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പറ്റില്ല. സുധാകരൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പകരം സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുന്നു. പക്ഷേ അവസാന നിമിഷം ഹൈക്കമാൻഡ് സുധാകരൻ തന്നെ മതി എന്ന് പറഞ്ഞാൽ സുധാകരൻ മത്സരിക്കാതിരിക്കില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള UDF സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം പൂർണ്ണമാണ്. ഔദ്യോഗികമായി UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ചുവരെഴുത്തുകളും ഓൺലൈൻ പ്രചരണങ്ങളും പോസ്റ്ററുകളും ഒക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് അവർക്ക് അത്രത്തോളം ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികളാകാൻ പോകുന്നത്. പക്ഷേ രോഹിത്, ആദ്യം തന്നെ കാര്യം പറയട്ടെ, ഈ 20 കിട്ടും എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞ് നടക്കില്ല എന്ന്. അങ്ങനെയൊക്കെ കേരളത്തിൽ ഇനി സംഭവിക്കുമോ? കാരണം അന്നത്തെ ഒരു ട്രെൻഡ് നമുക്കറിയാം എന്തൊക്കെയായിരുന്നു. ശബരിമല വിഷയത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ ഹൈപ്പുണ്ട്. CPM-നെതിരായ ഒരു പൊതുവികാരമുണ്ട്. BJP-ക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ BJP-യോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല, എന്നാൽ ശബരിമല വിഷയത്തിൽ CPM-നെതിരാണ് എന്ന് പറഞ്ഞ ആളുകൾ കോൺഗ്രസ് ഒപ്പം നിന്നു. ഒരു കാര്യം. മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടോ രോഹിത്? 20 എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മര്യാദ വേണം. ഞാൻ പറയാം, കൃത്യമായി പറയാം. ഇപ്പോൾ ഇത് തുടങ്ങിയത് തന്നെ പൂജ്യപിയായി തന്നെ BJP തുടരും എന്ന് തന്നെയാണ്. അപ്പോൾ BJP-ക്ക് വേണ്ടി പൂജ്യപിയായി BJP തുടരുന്ന എന്നാണ് പറഞ്ഞത്. തുടരുമെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഈ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പരിശോധിക്കുമ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള ഉണ്ടായിരുന്നു എന്ന് BJP-ക്കാർ പോലും വിശ്വസിക്കുന്ന തൃശ്ശൂരാണ്. തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, ദയനീയമാണ്. അപ്പോൾ പിന്നെ BJP-ക്ക് സീറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ മത്സരം നടക്കാൻ പോകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്. 7.5 വർഷം കൊണ്ട് ആളുകളെ ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് 7 മാസമായി പെൻഷൻ കൊടുക്കാതെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ രാപ്പകലുകളോളം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് കെട്ടിത്തൂക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ സംരക്ഷണം ഒരുക്കുമ്പോൾ വന്യജീവികൾ നാട്ടിലിറങ്ങി ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രതിഷേധിക്കാൻ വരുന്ന MLA-യും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും ഹോട്ടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മണിക്കൂറുകളോളം വണ്ടിയിലിട്ട് ഖരാവോ ചെയ്യുന്നൊരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തൊരു സർക്കാർ, അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കണ്ടോണ്ടിരുന്നോണം എന്ന് പറയുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ആരാടോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പോകുന്നത്? അതിനുള്ള വ്യക്തമായ മറുപടി ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് രോഹിത്. 13,000-ലധികം കോടി രൂപ കേരളത്തിന് കടമെടുക്കാനുള്ള അനുമതി സുപ്രീം കോടതി കൊടുക്കുകയാണ്. കേന്ദ്രം പിടിച്ചു വച്ചിരുന്ന കാര്യങ്ങളാണ്. കടമെടുക്കുക എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും മിച്ച ബജറ്റിൽ ഓടുന്നില്ല രാജ്യത്ത്. കേന്ദ്ര സർക്കാർ പോലും അതിഭീമമായ കടമെടുത്തുകൊണ്ടാണ് ഈ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളവും കടമെടുക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ധൂർത്തൊന്നുമല്ല. ഇത് പറയാം, എല്ലാ സംസ്ഥാനങ്ങളും കടമെടുത്തൊക്കെ തന്നെയാണ് മുന്നിൽ പോകുന്നത്. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി പറയുന്നു, കേരള സർക്കാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ സുപ്രീം കോടതി ഇന്ന് കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ പരിഗണിക്കാതെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറച്ച കേന്ദ്രത്തിൻ്റെ നടപടിക്കെതിരെ സുപ്രീം കോടതി ഇന്ന് കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ചു. ഞാൻ അതിനകത്ത് കൃത്യമായ ഒരു മറുപടി പറയട്ടെ. രാവിലെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു കുട്ടി, വീട്ടിൽ അരി വാങ്ങാൻ പണമില്ല. അമ്മ മകനോട് പറയുകയാണ്, മോനെ അച്ഛൻ്റെ മുതലാളിയുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് പണം അയക്കാൻ പോയിന്റിലേക്ക് വരട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി, അമ്മ പറഞ്ഞത് കറക്റ്റാണ്. മുതലാളിയുടെ ഗൂഗിൾ പേ അക്കൗണ്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പണം വരാത്തത്, അരി വാങ്ങാൻ കഴിയാത്തത്. പക്ഷെ കുട്ടിയുടെ വിശപ്പ് മാറും. നമ്മൾ കുട്ടിയുടെ അതുതന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഈ കേരളത്തിൽ താമസിക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 7 മാസം കൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. സർക്കാരിന്റെ രോഹിത്, ഇത് ആരാണ് കാരണക്കാരൻ? ഞാൻ പറയുന്നതല്ല, ഇത് വോട്ടിനെ പറ്റിയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാം. BJP-ക്കെതിരായ വികാരത്തെ ആളിക്കത്തിക്കുമെന്നതല്ലാതെ CPM വിരുദ്ധ വികാരം ഇതിൽ വരില്ല. BJP-ക്കെതിരെ വികാരം ആളിക്കത്തിച്ചിട്ട് കേരളത്തിൽ തീർച്ചയായിട്ടും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ LDF-നായാലും UDF-നായാലും ഇപ്പോൾ BJP-ക്കെതിരായ ഒരു വികാരം ആളിക്കത്തിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വിഷയം മതി.
അതുകൊണ്ട് തന്നെ CPM കുറെ കൂടെ സേഫ് സോണിലാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. BJP ഒരു വിഷയമേ BJP ഒരു വിഷയമാവും. ഇല്ല, കേന്ദ്ര സർക്കാർ കേരളത്തെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ് നടത്തുന്നതെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം. കോൺഗ്രസ് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയും തമിഴ്നാട്ടിൽ DMK സർക്കാരും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരാണ്. അതുപോലെ തന്നെ CPM ദേശീയ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി പോലും ഈ പറയുന്ന പോലെ കേരളത്തെ ഞെക്കിക്കൊല്ലുന്ന നടപടിക്ക് എല്ലാ പാർട്ടികളുടെയും പിന്തുണ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാത്രം ഇത് കേരളത്തിലെ സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് പറയുകയും ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളൊക്കെയും BJPക്കെതിരെ തിരികെയും ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ജനങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കേന്ദ്രത്തിനെ നേരിടാൻ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ ആ വോട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കുമോ വലതുപക്ഷത്തിന് കൊടുക്കും? രണ്ടുപേർക്കും കൊടുക്കാം. ഇന്ത്യ മുന്നണിയാണല്ലോ. ഇന്ത്യ മുന്നണിയൊക്കെ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ അവിടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഇത് തന്നെ പറഞ്ഞു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത് കൊണ്ട് അത്രത്തോളം വോട്ട് കിട്ടി. തീർച്ചയായിട്ടും ഇവിടെ CPM വോട്ട് കൊടുത്തായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി. അവിടെ വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് BJPയെ വെല്ലാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണം എന്നുള്ളതാണ്. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് മാറി. ഇപ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എത്ര സംസ്ഥാനങ്ങളിലുണ്ട്, കോൺഗ്രസിന് സംഭവിച്ച അപജയങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി എന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുക. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ മുന്നണികളുണ്ടോ, ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ടുണ്ടോ, ആ മുന്നണികളെ മുഴുവൻ കരുത്തരാക്കാനുള്ള നീക്കം അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ രോഹിത് കോൺഗ്രസിന് അനുകൂലമായൊരു മനസ്സുള്ള ആളാണെങ്കിൽ പോലും ഞാൻ പറയുന്നൊരു കാര്യം, ഈ കോൺഗ്രസിനെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഞാൻ കരുതുന്ന ഒരു കാര്യം, കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിയും അല്ലെങ്കിൽ ആർക്ക് വീതം വെക്കണം, എവിടെ കൊടുക്കണം എന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം ഇത്രയും വൈകുന്നത് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള യാതൊരു ചർച്ചകളുമില്ല, ഗ്രൂപ്പ് സംവിധാനങ്ങളില്ല. കഴിഞ്ഞ തവണ ഗ്രൂപ്പ് സംവിധാനങ്ങളിൽ വീതിച്ചു കൊടുത്ത് സീറ്റ് ജയിച്ച് കയ്യിലിരിക്കുന്നു. അവിടെ ആ സ്ഥാനാർത്ഥികളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നു. പരമാവധി MPമാരെ അങ്ങ് പാർലമെന്റിലേക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടോ മാധ്യമപ്രവർത്തകനായിട്ടോ അല്ല, ഞാൻ സാധാരണക്കാരൻ്റെ നാവായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങ് അവിടെ ചെന്ന് നരേന്ദ്രമോദി എതിർക്കാൻ വേണ്ടി ഇവിടെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ കേന്ദ്രത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ പൈസ വരാത്തത് എന്നുകൊണ്ട് ഇതല്ല ചോദിക്കുന്നത്. ഇത് പറയുന്ന കടമെടുത്ത പരിമിതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ബാലഗോപാൽ ഇതിനു മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 2 രൂപ ഡീസലിനും 2 രൂപ പെട്രോളിനും മദ്യത്തിനും ഒക്കെ സെസ് ഏർപ്പെടുത്തിയിരുന്നു. എന്തിനാ? സാമൂഹ്യ സുരക്ഷാ സെസ്സാണ് ഏർപ്പെടുത്തിയത്. കോടികൾ പിരിച്ചില്ലേ? എന്നിട്ട് ഈ 7 മാസത്തിന്റെ പകുതി പെൻഷൻ ഇവർക്ക് ഇലക്ഷൻ മുമ്പ് കൊടുക്കാൻ കേന്ദ്രം പണം കൊടുക്കാതിരിക്കും, ഈ പണം വകമാറ്റി ചെലവഴിക്കുന്നത് സിമ്പിൾ ലോജിക്കാണ്. സമ്മതിക്കുന്നു, ഞാൻ കേന്ദ്രത്തെ ന്യായീകരിക്കല്ല. എനിക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുമ്പോൾ ഇവിടെ അധിക സെസ് വഴി പിരിച്ചെടുത്ത പണം മറ്റു പല ആവശ്യങ്ങൾ. അപ്പോൾ ഈ 1600 രൂപ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ എങ്ങനെ അരി വാങ്ങും, അവരെങ്ങനെ മരുന്ന് വാങ്ങും, അവരുടെ കുട്ടിക്ക് എങ്ങനെ മിഠായി വാങ്ങി കൊടുക്കും? അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നിർവഹണ ചെലവുകൾക്ക് കേന്ദ്രം കൊടുക്കേണ്ട GST റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യുന്നു? എന്നാ പിന്നെ എന്തിനാണ് ഇപ്പൊ മുഖാമുഖം എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത്? നമ്മൾ ഇന്ന് സംസാരിച്ചിരിക്കും പോലും അവിടുത്തെ അവതാരക ഇറങ്ങി പോകുന്ന കോടികൾ മുടക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചോ ഞാൻ ചോദിക്കുന്നത്, കേരളം എന്ന സംസ്ഥാനം സമ്മതിക്കുന്നു പാവപ്പെട്ടവർക്ക് കൊടുക്കാനില്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അക്കൗണ്ടിൽ ഇട്ടു 50,000 രൂപ വരെ എടുക്കാം. എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല സർക്കാർ? അങ്ങനെ ഒരു സർക്കാരിന് ആര് വോട്ട് ചെയ്യും? അങ്ങനെ ഒരു സർക്കാർ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ MLA-മാർ MPമാർ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള വോട്ട് ചെയ്യും. ആര് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എൻ്റെ രോഹിത്തെ, ഇതിനു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രി സ്വർണം കടത്തി, ബിരിയാണി ചെമ്പിൽ, അതുപോലെ എന്തൊക്കെ ആരോപണങ്ങൾ കേരളം. ആ അവസ്ഥയല്ല ഇത്. അന്ന് സർക്കാരിന്റെ ഒരു മുഖമുണ്ട്. ഞാൻ പറയട്ടെ, ഒന്നാം പിണറായി സർക്കാരിന്റെ മുഖം എന്താ? വെള്ളപ്പൊക്കത്തിൽ, പ്രളയത്തിൽ, ദുരിതത്തിൽ ഈ പറയപ്പെടുന്ന ഓഖി വന്നപ്പോ, ഈ പ്രളയം പിണറായി സർക്കാർ സ്പോൺസർ ചെയ്താന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഞാൻ പറയുന്നതല്ല. ആ ജനങ്ങൾ എന്താ അനുഭവിച്ചെന്താ? പ്രളയം വന്നപ്പോൾ സർക്കാർ ഒപ്പം നിന്നു, എല്ലാ പാർട്ടിക്കാരും ഒപ്പം നിന്നു. ഇവിടെ നിപ്പ വന്നപ്പോ സർക്കാർ ഒപ്പം നിന്നില്ലേ? കോവിഡ് വന്നപ്പോ ഒപ്പം നിന്നില്ലേ? വീട്ടിലെത്തിയില്ലേ കിറ്റ്? പെൻഷൻ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലേ? അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു പിണറായി വിജയനും ശൈലജ ടീച്ചർ അടക്കുന്ന ആ ടീമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായ ലൈഫ് പവന പദ്ധതി പ്രകാരം എത്ര ലക്ഷം വീടുകൾ അവർ വെച്ചു കൊടുത്തു. ഇതൊക്കെ വലിയ കാര്യമായിരുന്നു. പിന്നീട് തുടർ ഭരണം കിട്ടിയപ്പോൾ ആദ്യം ചെയ്ത് എന്താ? അന്ന് ഏറ്റവും പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിമാരെ പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി. പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും വായടച്ച് മിണ്ടാതിരിക്കുന്നവരെയും കൊണ്ടുവന്ന് മന്ത്രിസഭയിലേക്ക് വെക്കുന്നു. ലോകത്തിലെ ഏറ്റവും കഴികെട്ട മന്ത്രിയായ ആന്റണി രാജുവിനൊക്കെ പിടിച്ച് ആദ്യത്തെ ടൈമിൽ പിടിച്ച് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. മരുമകനെ പിടിച്ച് PWDയുടെയും ടൂറിസത്തിന്റെയും വകുപ്പ് കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ട് അവരെ ഇഷ്ടപ്പെടുന്നവരെയും സ്തുതിപാഠകരെയും മാത്രം ചേർത്തുകൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയിട്ട്
ഇവിടെ പണവുമില്ല, പാവപ്പെട്ടവന് പട്ടിണി, അവരുടെ ആർഭാടങ്ങൾക്ക് കുറവില്ല. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പല്ലേ ഷംസീറിന്റെ ഔദ്യോഗിക വസതിയിൽ ജിംനേഷ്യം ഉണ്ടാക്കാൻ പണം അനുവദിച്ചത്? ഞാൻ ചോദിക്കുന്നേക്കൂ, 35 ലക്ഷം രൂപ വീതം ഈ പറയപ്പെടുന്ന മന്ത്രിമാർക്കും എല്ലാവർക്കും ടി അനുവദിച്ചില്ലേ നവകേരള സദസ്സിന് പോയത്? അതിനൊക്കെ പണമുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നുണ്ടല്ലേ? പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്നുണ്ട്, ഗവർണർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന ഈ ഭരിക്കുന്ന മന്ത്രിമാർക്ക് മാത്രമല്ല, പ്രോട്ടോകോൾ പ്രകാരം എല്ലാവർക്കും കൊടുക്കുന്ന ചെലവുകൾ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവിനോടോ ബി ജെ പി സാധാരണക്കാരനാണ് ഞാൻ പറയുന്നത്. ഇത് കൊടുത്താലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് കൊടുത്താലും ആർക്ക് കൊടുത്താലും പ്രോട്ടോകോൾ പ്രകാരം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ മന്ത്രിമാരെന്ന് പറയുന്നവർക്ക് കൃത്യമായ അലവൻസുകൾ കൊടുക്കണമെന്ന് വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. സർക്കാർ കൊണ്ടുവന്നതാണ് 1600 രൂപയ്ക്ക് ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞതാണ്. അതിന്റെ കാരണമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതിനില്ല സർക്കാരിന്റെ പണം ആവശ്യമുണ്ടെങ്കിൽ കടമെടുക്കാൻ കേന്ദ്രം സമ്മതിക്കുന്നില്ല. GST പിരിച്ചതിന് പകരം കൊടുക്കാനുള്ളത് കേന്ദ്രം തരുന്നില്ല. പിന്നെ ഇവിടുന്ന് സർക്കാരിന് പൈസ ഉണ്ടാകുന്ന രോഹിത് പറയുന്നത് നാട്ടുകാരുടെ അടുത്ത് തണ്ടാൻ പറ്റുമോ? അതിനൊരു മര്യാദ വേണ്ടേ? ഇപ്പോൾ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് കേരളത്തിന് കടമെടുപ്പ് പരിധിക്ക് അനുമതി കൊടുത്തത്? അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം സുപ്രീം കോടതിയിൽ കേരളത്തിന് കടം കൊടുക്കരുത് എന്ന് ചലഞ്ച് ചെയ്തു. അതായത് കേന്ദ്രം നിരന്തരം പറയുന്ന BJP പറയുന്നത് കേരളം കണക്കുകൾ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ കേരളം കൃത്യമായി സുപ്രീം കോടതിയിൽ കണക്കുകൾ അവതരിപ്പിച്ചു. കേരളത്തിന്റെ ഭാഗം ശരിയാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. സർക്കാർ ഇറങ്ങി തെണ്ടണോ എന്ന് ചോദിച്ചാൽ അത് സർക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്? കൊടുത്ത കാർഷിക വിളകളുടെ വില കിട്ടാതെ പ്രസാദനെ പോലെയുള്ള കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ, വന്യജീവി ശല്യം സഹിക്കാൻ വയ്യാതെ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത കർഷകരെ പോലെയുള്ളവർ ആത്മഹത്യ ചെയ്യുമ്പോൾ, വന്യജീവികൾ ഇറങ്ങി നാട്ടുകാരെ ചവിട്ടിക്കൂട്ടി കൊല്ലുമ്പോൾ കേൾക്കണം, മൊത്തം കേട്ടിട്ട് പോകണം. ഇവിടുത്തെ സാധാരണക്കാരിറങ്ങിയിട്ട് പ്രതിഷേധം നടത്തുമ്പോൾ ഈ നാട്ടുകാർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ. പ്രസാദിനെ പോലെയുള്ള ദുർബല മനസ്സായിട്ടുള്ള ആളുകൾ കെട്ടിത്തൂങ്ങിച്ചാവും. അല്ലാതുള്ളവർ, ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത കഴിവില്ലാത്ത ഒരു മന്ത്രിസഭ, ഇവരുടെ പ്രതിനിധികൾ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ തീരുമാനിക്കും. രോഹിത് പറയുന്നത് ഇടതുവിരുദ്ധ വികാരം അലയടിക്കും. 2020 അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയതെങ്കിലും 19 എന്നുള്ളത് കിട്ടുമെന്നാണ് രോഹിത്. ഇല്ല, ഒരു 15-16 സീറ്റ് വരെ. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കുമെന്ന കാര്യത്തിൽ ഏതൊരു സംശയമുണ്ട്. എന്തുകൊണ്ട്? വോട്ട് മറിയാൻ സാധ്യത. എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. ശശി തരൂരിനെ വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട അജണ്ട. കോൺഗ്രസിന്റെ CPMന്റെ അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് അവിടെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസിനെ തകർക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഒരു നീക്കം പദ്ധതിയിടുന്നുണ്ടെങ്കിൽ, പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പം കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. BJPയുമായിട്ടുള്ള അലയൻസ് ഒരു പരസ്യമായ രഹസ്യമാണെന്നും കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ വ്യൂ പോയിന്റിൽ അങ്ങനെ ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടായാൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് സാധ്യത ഉണ്ടായേക്കാം. 100% ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പന്ന്യൻ രവീന്ദ്രനെ പോലെ മുതിർന്ന നേതാവിനെ CPയോടെ മത്സരിക്കും. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ ദുർബലനായ ഒരു നേതാവാണെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴത്തെ സാഹചര്യം. അദ്ദേഹത്തിനൊക്കെയുള്ള സീനിയോറിറ്റി ഉള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കണമെങ്കിൽ അവിടെ CPIക്ക് അല്ലെങ്കിൽ LDFന് തക്കതായ കണക്കൂട്ടലുണ്ട്. നമുക്കറിയാലോ, നേരത്തെയൊക്കെ തിരുവനന്തപുരം സീറ്റ് CPI പെയ്ഡ് സീറ്റായിട്ട് വിറ്റോട്ടിരുന്ന സീറ്റാണ്. അങ്ങനെയുള്ള ആരോപണമുള്ള സീറ്റാണ്. അവിടെ ഇത്രയും മുതിർന്ന നേതാവിനെ കൊണ്ടുവരും, അവരവിടെ എന്തോ ഒരു പ്രതീക്ഷ വെക്കും. അല്ലാതെ BJPയെ സഹായിക്കാൻ വേണ്ടി അവരവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ജയിക്കാനുള്ള എന്ത് ക്വാളിറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കാണാതിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടും ആ 3 സ്ഥാനാർത്ഥികളുടെ യോഗ്യത പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പോലെയുള്ള ഒരു മണ്ഡലത്തിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരു അവസ്ഥ, അവിടുത്തെ വോട്ടർമാരുടെ ഒരു രീതി പരിശോധിക്കുമ്പോൾ ഒരു ശശി തരൂരിനല്ലാതെ മറ്റൊരാൾക്കോട് സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുതന്നെയാണ് പൊതുവെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരടക്കമുള്ളവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. തിരുവനന്തപുരം UDF പിന്നെ പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ ജയസാധ്യതകളെക്കാൾ കൂടുതൽ സമയം പരിമിതമായതുകൊണ്ടും പരാജയ സാധ്യതകൾ ഇപ്പോൾ കോൺഗ്രസ് സിമ്പിളായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2-3 കാര്യങ്ങൾ, 4 മണ്ഡലം എടുത്ത് നോക്കൂ. തിരുവനന്തപുരം ശശി തരൂരിന് സേഫായിട്ട് നിൽക്കുന്ന മണ്ഡലമാണ്. ഇപ്പം ഇത് പറയുന്ന പോലെ ഇടതുപക്ഷം കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തു എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യില്ല. ഒരു പക്ഷേ സുരേഷ് ഗോപി വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചായിരുന്നു ചിലപ്പോൾ അവിടെ ഒരു വലിയ മത്സരം നടന്നതിനായിരുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. രണ്ടെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഒരു ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ വി മുരളീധരനൊന്നും ചെയ്യാനൊന്നുമില്ല. ജോയിയും ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശും തമ്മിലാണ് മത്സരം. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇലക്ഷൻ രാഷ്ട്രീയം അറിയുന്ന ആളാണ്. കൃത്യമായ 5 വർഷത്തെ അവിടുത്തെ പ്രവർത്തനമുണ്ട്. അദ്ദേഹം എണ്ണയിട്ട് പോലെ അവിടെ പ്രവർത്തിക്കും. അടൂർ പ്രകാശിന് അവിടെ
ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ മാത്രമല്ല മുൻതൂക്കം അടൂർ പ്രകാശ് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു കൊല്ലമാണ്. എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയം, ഇടതുപക്ഷക്കാർ പോലും സംശയം. അല്ലെങ്കിൽ ദുർബലനായ മുകേഷിനെ പോലുള്ള ആൾക്കൊണ്ടൊന്നും മത്സരിപ്പിക്കില്ല. ഇപ്പുറത്തേക്ക് വരുമ്പോൾ മാവേലിക്കര കൊടുക്കുന്ന സുരേഷാണ്. 10-28 വർഷത്തെ ആധിപത്യം തുടരുന്നു. സ്ഥാനാർത്ഥി അരുൺകുമാറാണ്, AYF നേതാവാണ്, ആർക്കും അറിയില്ല, ഇത്രയും സീനിയറിറ്റിയുള്ള നേതാവാണ്. പത്തനംതിട്ടയിലേക്ക് വരും, PC ജോർജ് മാറി അനിൽ ആന്റണി വന്നതോടുകൂടി ആന്റോ ആന്റണിയുടെ സാധ്യതകൾ തെളിഞ്ഞു, മുഖം തെളിഞ്ഞു ആന്റോന്റെ. അങ്ങനെ ഇങ്ങോട്ട് എടുക്കൂ. പിന്നെ വരുമ്പോൾ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ആരിഫിനെതിരെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് പരിഗണിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ യുവജന പ്രാതിനിധ്യം ഇല്ല എന്നൊരു ആക്ഷേപം പൊതുവെ ഉണ്ട്. രമ്യ ഹരിദാസ് മാത്രമാണ് പ്രായത്തിൽ കുറഞ്ഞ ഒരാൾ ഇതിൽ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവിക ഒരു പുതുമുഖത്തിന് അവിടെ അവസരം കൊടുത്താൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലോ അബിൻ വർക്കിക്കോ അവിടെ ഞെർക്ക് വീണാൽ ഒരു കരുത്ത പോരാട്ടം അവിടെ നടക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോഴും മുകളിൽ പിന്നെ ഇടതുപക്ഷത്തിന് സാധ്യത വരണമെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് ചിന്തിക്കുക. കാസർഗോഡ് മുതലെടുത്ത് ചിന്തിക്കുമ്പോൾ പലയിടത്തും ഇടതുപക്ഷത്തിന് സാധ്യത. അതിലൊന്നാണ് വടകരയിൽ പിണറായി വിജയനേക്കാൾ ഒരുപക്ഷെ ആരാധകരുള്ള ഇടതുപക്ഷ നേതാവാണ് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്നാണ് മലയാളികൾ ആഗ്രഹിച്ചത്, ഇനിയും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ശൈലജ ടീച്ചറിനെ ഒതുക്കാനായാലും വളർത്താനായാലും വടകരയിൽ കൊണ്ടുപോയി സീറ്റ് കൊടുത്തു. പി ജയരാജനെ ഒതുക്കണം. പി ജയരാജൻ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ എങ്ങുമില്ല, ചെയർമാനായിട്ടിരിക്കുക. ശൈലജ ടീച്ചറിന്റെ അവസ്ഥ ജയിച്ചാലും തോറ്റാലും ഇത് തന്നെ. കാരണം എന്താ, ജയിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദേശീയ പാർട്ടി നിലനിർത്തണമെങ്കിൽ 6-7 സീറ്റ് CPM വേണം. ജയിച്ചു എന്നാൽ രാജിവെക്കാൻ പറ്റില്ല. തോറ്റാൽ ജനപ്രതിനിധിയില്ലാത്ത നേതാവെന്നും പറഞ്ഞ അടുത്ത പ്രാവശ്യം നിയമസഭയിൽ ചിലപ്പോൾ സീറ്റ് കൊടുക്കാതിരിക്കും. ഇതൊക്കെ ചെയ്യുന്നവരാ. എന്തായാലും ശൈലജ ടീച്ചറിനാണ് അവിടെ ഒരു സാധ്യത അല്പമെങ്കിലും ഉള്ളത്. പക്ഷെ അവിടെ സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. മറക്കരുത്, ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ അവിടെ മത്സരിച്ചാൽ RMP ഫാക്ടർ TP ചന്ദ്രശേഖരൻ ഒരു വികാരമായി തലയും മുറുക്കും. ചേച്ചി ഇവിടെ മത്സരിക്കാൻ വരരുതെന്ന ഒരു സ്നേഹത്തോട് ഉപദേശിച്ചിട്ടുണ്ട് കെ ശൈലജ. പിന്നെ കണ്ണൂരിൽ ഈ പറയപ്പെടുന്ന ജയരാജൻ മത്സരത്തിനിറങ്ങിയാൽ, സുധാകരൻ മത്സരത്തിനിറങ്ങിയാൽ കടുത്ത പോരാട്ടം, ഒന്നും പറയാൻ പറ്റാത്തൊരു മത്സരത്തേക്ക് പോകും. പിന്നെ എവിടെയാണ് ഇത് നമ്മൾ ഈ ഇടതുപക്ഷത്തിന്റെ സാധ്യതകളെ പറ്റി സംസാരിക്കേണ്ടുന്നത്? ആലത്തൂർ മണ്ഡലത്തെ കുറിച്ച് എന്താണ്? ആലത്തൂർ മണ്ഡലം ടൈറ്റ് മത്സരമാണ്, സാധ്യതയുണ്ട്. പാലക്കാടും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3-4 സീറ്റുകൾ അവർക്ക് പോകുമെന്ന് പറഞ്ഞ സീറ്റുകൾ ഞാൻ കണക്കൂട്ടുന്നതാണ്. ആലത്തൂരിന്റെ ഗതിയൊന്നും പറയാൻ പറ്റില്ല. കാരണം 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് അവിടെ ജയിച്ചത്. മിനിസ്റ്റർ രാധാകൃഷ്ണൻ നേരിട്ട് എന്ന് മത്സരിക്കുന്നു. അവിടെ ഇനി എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒരു ട്രെൻഡ് ഇടതിന് അനുകൂലമായി രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമല്ലോ. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ BJP നൽകിയിരിക്കുന്ന വെല്ലുവിളി, രാഹുൽ ഗാന്ധി ധൈര്യമുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് വരൂ, അമേഠിയിലേക്ക് വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയ സമയമല്ല. എങ്ങനെയെങ്കിലും അവിടെ നടന്ന് കയറാനാണ് ഇപ്പൊ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചൂടെ? നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നു, വെല്ലുവിളിച്ചൂടെ? രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു, ശരി, നരേന്ദ്രമോദിയും വരൂ, തിരുവനന്തപുരത്ത് മത്സരിക്കും, ജയിക്കൂ. നരേന്ദ്രമോദി മത്സരിച്ച് ജയിക്കൂ? നരേന്ദ്രമോദിക്ക് ജയിക്കാൻ ഉത്തരേന്ത്യ തന്നെ ധാരാളമാണ്. ഞാൻ പറയാം, രാഹുൽ ഗാന്ധിക്ക് ദക്ഷിണേന്ത്യ തന്നെ ധാരാളമാണ്. സേഫ് സോണിൽ നിന്ന് ജയിച്ച് ലോക്സഭയിൽ എത്തുക. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഇതൊരു സംശയമുണ്ടോ? ഉണ്ടാകണം എന്ന് തന്നെയാണ് അത്രയും ഒരു നേതാവ്. അപ്പൊ അദ്ദേഹത്തിന് സേഫ് സോൺ വയനാടാണെങ്കിൽ വയനാട്ടിൽ നിന്ന് തന്നെ മത്സരം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കും. ഇതിലിപ്പോ എത്ര മണ്ഡലങ്ങൾ രോഹിത്തിന്റെ കണക്കൂട്ടൽ, എത്ര മണ്ഡലങ്ങൾ LDF അല്ലെങ്കിൽ എത്ര മണ്ഡലങ്ങൾ UDF, എങ്ങനെയാണ് ഒരു എന്റെ ഒരു കണക്കൂട്ടൽ? ഒരു 16 മുതൽ 17 വരെ മണ്ഡലങ്ങൾ UDF. വലിയ ദോഷം UDF ഉണ്ടാകില്ല. കൂടി വന്നാൽ 1-2 സീറ്റുകൾ പോകും. കാലാനുസൃതമായ മാറ്റമാണ്. ശബരിമല വിഷയം പോലെ എടുത്ത് വെച്ചില്ല, ഒഴുകി വരുന്നത് പിടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം UDF. ഇത്തവണ അങ്ങനെ പിടിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കടുത്ത ഒരു ഇടത് വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം സാധാരണക്കാർക്കിടയിലുണ്ട്. ഇത് നമ്മൾ ഇത് പറഞ്ഞ പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നും അറിയാതല്ല ഞാനിത് സംസാരിക്കുന്നത്. കൃത്യമായി പറയട്ടെ, സാധാരണക്കാരൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ പോലും തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ പിന്നെ എങ്ങനെ ഈ സർക്കാരിന് തുടർഭരണം കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ 2-3 പോയിന്റുകൾ. ഒന്ന്, ലൈഫ് ഭവന വിഷം പദ്ധതി, കിറ്റുകൾ, ഈ പറയപ്പെടുന്ന കോവിഡ് സമയത്തൊക്കെ സർക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതി, അതൊന്നും മുഖ്യമന്ത്രിയുടെ കഴിവായിരുന്നില്ല എന്ന് പിന്നീട് കാലം തെളിയിക്കുക. എന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ LDF-നെ വെറുക്കുകയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തിയവർ പോലും അകന്നു നിൽക്കുകയും അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് രോഹിത്. സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ പറയാം, സാധാരണക്കാരെ സംബന്ധിച്ചത് ഞങ്ങൾക്ക് ഇതൊന്നും ഈ സർക്കാർ തരുന്നില്ല, അതുകൊണ്ട് അവർക്ക് എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? BJPക്ക് വോട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. 2, ഇവിടെ ഇടതുപക്ഷത്തിന് കൊടുത്ത് അവിടെ ചെന്ന മുന്നണിയിലൂടെ കോൺഗ്രസിന് വോട്ട് ചെയ്തതിനേക്കാൾ എന്താ പിന്നെ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിട്ടിട്ട് അവിടെ ചെന്നിട്ട് നേരിട്ട് വോട്ട് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾ. പിന്നെ ചിന്തിക്കണം, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM നിലനിൽക്കേണ്ടത് ആവശ്യകതയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി നിലനിർത്തുക എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ അനിവാര്യതയാണ്, ചിഹ്നം പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് അവർ ആരെയും തലയും മുറുക്കി തന്നെ പ്രവർത്തനത്തിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ എൻ്റെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥിക്ക് ഒരു റൗണ്ട് എല്ലാ നിയോജകമണ്ഡലം കയറി ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ LDF-നുള്ളൊരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് 99 MLA-മാർ അവരുടെ കയ്യിലിരിക്കുകയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ, 99 MLA-മാർ, 20ഓളം മന്ത്രിമാർ, അത്രത്തോളം പഞ്ചായത്തുകൾ, ഭരണം, ഇതെല്ലാം അവർ സകല സംവിധാനങ്ങളും എടുത്ത് പയറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർക്കാരിന് പാവപ്പെട്ടവന് കൊടുക്കാൻ പണമില്ലെങ്കിലും ഭരണം വെച്ചുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും.
ഇലക്ഷൻ ഫണ്ട് ഇറക്കാൻ പറ്റും. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? കേരളത്തിലും ഫണ്ടില്ല, കേന്ദ്രത്തിലും ഫണ്ടില്ല. ഇത് പ്രചരണം നടത്താനുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി സ്വന്തം ഗതിയിൽ എവിടെന്നെങ്കിലുമൊക്കെ പിരിച്ചെടുത്ത് പണം ഉണ്ടാക്കി ചെയ്യേണ്ടുന്ന അവസ്ഥയാണ്. പിന്നെ ഈ എല്ലാവരും 5-15 വർഷമൊക്കെ MP മാരായിട്ടിരുന്നുകൊണ്ട് അതിന് വലിയ പാടൊന്നുമില്ല. എന്തായാലും ചൂട് മുറുകും. കോൺഗ്രസിന്റെ ഒരു പരിപൂർണമായ വിജയം എന്തോ കാണുന്നുണ്ട്. ഞാൻ ഏതോന്ന് തോന്നുന്നുണ്ടോ സുധാകരനും VD സതീശനും ഒക്കെ മണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇലക്ഷൻ കാര്യത്തിൽ വേറെ പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഇപ്പോ കോൺഗ്രസ് കാണിക്കുന്ന നിശബ്ദത അതൊരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ്. ഇടതുപക്ഷത്തും CPM അവരിപ്പോൾ പരമാവധി ജനകീയ ചിന്തിച്ച് നോക്കൂ. രാഷ്ട്രീയപരമായി ലോക്സഭ ഇലക്ഷനെ പറ്റി അവർ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടുന്നു? അവർ ആന ചവിട്ടി കൊന്നെടുത്തും പിന്നെ SFIക്കാർ തല്ലി കൊന്നെടുത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ട് അവരുടെ നേതാക്കന്മാർ അടിവേടിക്കുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നുണ്ട്. VD സതീശൻ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പ്രസ്താവന ഇറക്കുന്നുണ്ട്. സുധാകരൻ എന്തൊക്കെയോ പറഞ്ഞ് അതിലേക്കൂടെ പോകുന്നുണ്ട്. പക്ഷേ അണിയറയിൽ എന്തോ വലുതൊരുങ്ങുന്നുണ്ട്. നിങ്ങൾ പ്രഹസനം തുടങ്ങി. കോൺഗ്രസിന്റെ ഒരു വലിയ തിരിച്ചുവരവിനുള്ള വേദി. ഞാൻ മറ്റേ സിനിമയിൽ മോഹൻലാൽ ജഗദീഷിനോട് പറഞ്ഞ ഡയലോഗ്, ആദ്യം ടിക്കറ്റ് എടുക്കുന്നവരല്ലോ, ആദ്യം തിയേറ്ററിനകത്ത് കയറുന്നവരല്ലേ ജയിക്കുന്നത് എന്ന് പറയാം. അതുപോലെ കോൺഗ്രസ് എന്തൊക്കെയോ വലുത് അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലുതുകൾ ഒരു വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് ഭാഗത്തുണ്ടാകാനുള്ള സാധ്യത ദേശീയ തലത്തിൽ പോലും രണ്ട് ഉപതെരഞ്ഞെടുപ്പ് കുത്തക സീറ്റുകളാണെങ്കിൽ പോലും 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വമ്പൻ ഭൂരിപക്ഷം അത് അവരുടെ ആത്മവിശ്വാസം തന്നെയാണ്. അല്ല, ദേശീയ തലത്തിലും അതിന്റെ പല പ്രകടനങ്ങളും കാണുന്നുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിൽ ഞാൻ പറഞ്ഞത് തിരിച്ചുവരവ് വരണം. പക്ഷേ ദേശീയ തലത്തിൽ വന്നില്ലെങ്കിൽ പോലും അടുത്ത നിയമസഭയെ നേരിടാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ കേരളത്തിൽ മാന്യമായൊരു ഫിഗറിൽ കോൺഗ്രസിന് സീറ്റ് പിടിച്ചെടുത്തേ പറ്റൂ. അതിനുവേണ്ടി അവർ ശ്രമിക്കും. ഒരുപക്ഷെ ഞാൻ ഈ 16-17 എന്ന് പറഞ്ഞത് അവർ പറയുന്നത് 18-19 കഴിഞ്ഞ തവണ കിട്ടിയ അതേ സീറ്റുകളിലേക്ക് പോകും. ഏതെങ്കിലും ആലപ്പുഴയൊന്നും ഇടതുപക്ഷത്തിന് കിട്ടുകയില്ല എന്നാണ് അവർ UDF വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്നത് പാലക്കാടോ അല്ലെങ്കിൽ ആലത്തൂരോ അതല്ലെങ്കിൽ വടകരയോ അങ്ങനെ ഏതെങ്കിലും 1-2 സീറ്റുകൾ കൈവിട്ടു പോയേക്കാം. പക്ഷേ മാന്യമായൊരു ഫിഗറിലേക്ക് കോൺഗ്രസ് എത്തും, UDF എത്തും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം.